മലപ്പുറത്ത് താനൂരിൽ നിന്ന് കാണാതായ 2 പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ രാത്രി വൈകിയും പുരോഗമിക്കുകയാണ്. ഫോർട്ട് മുംബൈയിൽ അവർ എത്തിയതിൻ്റെ അവർ അവിടെ ഒരു സലൂണിൽ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വൈകുന്നേരം 24 ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുകയുണ്ടായി. ഈ ദൃശ്യങ്ങളെ പിന്തുടർന്നാണ് പിന്നീടുള്ള അന്വേഷണം അങ്ങോട്ട് നീങ്ങിയത്. ഏതായാലും ഈ പെൺകുട്ടികൾ നിലവിൽ മുംബൈയിൽ നിന്ന് പൻവേലിലേക്കുള്ള യാത്രയിലാണ്. അവരുടെ യാത്രയുടെ ഉദ്ദേശം എന്താണ്? അതൊരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് കൂടാൻ വന്നതാണെന്നാണ് സലൂണിലെ ഉടമയായ മലയാളിയായ ലൂസിയോട് ഈ പെൺകുട്ടികൾ പറഞ്ഞത്. ലൂസി ആ കാര്യം 24മായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ കുട്ടികളുടെ യാത്രയുടെ ഉദ്ദേശം എന്താണ്? ആരുടെയെങ്കിലും സഹായം ഉണ്ടായിരുന്നു ഇവർക്ക്? പ്രത്യേകിച്ച് ഹിന്ദിയും ഇംഗ്ലീഷും അടക്കം നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഈ കുട്ടികൾ മുംബൈ വരെ എങ്ങനെ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ എങ്ങനെ ഈ യാത്ര പ്ലാൻ ചെയ്തു, ഇതിനിടയിൽ ഇവർക്ക് പണമടക്കം എങ്ങനെ ലഭിച്ചു എന്ന കാര്യങ്ങളൊക്കെയും ഇനിയും ചോദ്യങ്ങളെ അവശേഷിക്കുകയാണ്. പക്ഷേ ഏതായാലും ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചന, പ്രതീക്ഷ, അത് പെൺകുട്ടികൾ ഉടൻ തന്നെ പൻവേൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഒപ്പം മലയാളി സമാജം പ്രവർത്തകരും ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ മുംബൈയിൽ നിന്ന് ഇവർ കയറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്ന ട്രെയിൻ അത് ഇപ്പോൾ എവിടം പിന്നിട്ടിട്ടുണ്ട്? എപ്പോഴായിരിക്കും അത് പൻവേലിലേക്ക് എത്തുക? പൻവേലിലടക്കം നിരവധി മലയാളി സമാജം പ്രവർത്തകർ പല റെയിൽവേ സ്റ്റേഷനുകളിലും കാത്തു നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 11:43 ഈ റഹീം അസ്ലമിനെ ഈ കുട്ടികൾ വിളിച്ചിട്ടുണ്ട്. റഹീം അസ്ലം ഇപ്പോൾ മുംബൈയിലെ സാമൂഹ്യ പ്രവർത്തകനായ സുധീറിനെ ഇപ്പോൾ വിളിക്കുകയും അദ്ദേഹം നമ്മളെ വിളിച്ച് ഈ വിവരം പറയുകയും ചെയ്തിട്ടുണ്ട്. റഹീമുമായി നേരത്തെ പലവട്ടം ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടികളെ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി റഹീമുമായി നിരന്തരം സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് റഹീം അല്പസമയം മുമ്പ് വിളിച്ച് ഈ പെൺകുട്ടികൾ പൻവേലിലേക്ക് പോവുകയാണ് ഞങ്ങൾ എന്ന വിവരം ഈ റഹീമിനോട് പറഞ്ഞതായാണ് റഹീം ഇപ്പോൾ ഈ സുധീറിനെ അറിയിച്ചിട്ടുള്ളത്. അതൊരു നിർണായക വിവരമാണ്. അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ ഈ ടവർ ലൊക്കേഷൻ അപ്പുറത്തേക്ക് ഈ കുട്ടികൾ തന്നെ പറയുന്ന സ്ഥിതിക്ക് അത് തന്നെയാകും അവരുടെ യാത്ര എന്ന കാര്യത്തിൽ ഏതാണ്ട് നമുക്കൊരു സ്ഥിരീകരണം ആവുകയുമാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ 11:30 പുറപ്പെട്ട ട്രെയിനാണ്. ഏതാണ്ട് പാതി വഴിക്ക് അടുത്ത് ഈ ട്രെയിൻ ഇതിനോടകം സഞ്ചരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം നവി മുംബൈയിലേക്ക് അത് പ്രവേശിക്കുകയും ചെയ്യും. പിന്നീട് 5-6 സ്റ്റേഷനുകൾക്ക് അപ്പുറത്തേക്ക് പൻവേൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് അതിന്റെ അവസാനത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യും. അവിടെ ഏതായാലും നമ്മുടെ പക്കലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ മലയാള സമാജത്തിന്റെ പ്രവർത്തകൻ സുധീർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുധീർ, കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കാം. ഇപ്പോൾ സുധീറും എവിടെയാണുള്ളത്? നിങ്ങൾക്ക് ഏറ്റവും അവസാനം ലഭിച്ച വിവരം എന്താണ്? ഞാൻ മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലാണ്. അതായത് പനവേലിൽ നിന്നും 60 കിലോമീറ്റർ ഗോവ റൂട്ടിൽ മാറിയാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പോൾ ഒരു 11:43 PM ഈ പെൺകുട്ടികളുടെ കൂടെ യാത്ര ചെയ്തെന്ന് സംശയിക്കുന്ന റഹീം ഇസ്ലാം എന്ന യുവാവ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, പെൺകുട്ടികൾ ഇപ്പോൾ CST നിന്നും പനവേലിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പനവേലിൽ അവരെത്താൻ സാധ്യതയുണ്ട്. സാർ എങ്ങനെയെങ്കിലും അവരെ അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ. ഇപ്പം നമ്മളെക്കാളൊക്കെ കൂടുതൽ താല്പര്യം ഈ റഹീമിനാണ്. ഇപ്പോൾ അവന് പോലീസിന്റെ ഭാഗത്തു നിന്നും അതിന്റെ തൊഴിലുടമകളുടെ ഭാഗത്തു നിന്നും നാട്ടിലെ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ കൂടുതൽ സമ്മർദ്ദം വന്നുണ്ടാകാൻ അവൻ ടെൻഷനിലാണ്. ഞാൻ അവനെ മോട്ടിവേഷൻ കൊടുത്തു. അപ്പൊ അവനിപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ പെൺകുട്ടികൾ CST നിന്നും പനവേലിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അല്പസമയത്തിനകം മിക്കവാറും പനവേൽ റെയിൽവേ സ്റ്റേഷനിലെത്താൻ സാധ്യതയുണ്ട്. പനവേൽ റെയിൽവേ സ്റ്റേഷനിലെ യാത്രാ സഹായ വേദിയുടെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകരായ രഘുനാഥൻ ചേട്ടനും മറ്റേ ശാമുൽ സാറും മറ്റു ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും അവരെ കോർഡിനേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനം ഞങ്ങളിവിടെ നടത്താനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശ്രീ സുധീർ, തുടരുക. ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ മലയാളി സമാജത്തിന്റെ പ്രവർത്തകർ ഇപ്പോൾ സുധീർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പെൺകുട്ടികൾ എത്തുന്നതും കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് 24 ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇത് പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇപ്പോൾ മലയാളി സമാജം പ്രവർത്തകർ അവിടെ ഈ കുട്ടികൾ ഈ റഹീം അറിയിച്ചത് അനുസരിച്ച്, റഹീം അസ്ലം സുധീറിനോട് പറഞ്ഞതനുസരിച്ച് ആ ട്രെയിനിൽ മുംബൈ CST നിന്ന് പൻവേലിലേക്കുള്ള യാത്രയിലാണെന്നാണ് ഇപ്പോൾ കരുതുന്നത്, പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ആ കുട്ടികൾ പൻവേലിലെത്തിയാൽ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മലയാളി സമാജം പ്രവർത്തകർ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീ സുധീർ തുടരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ റഹീം അസ്ലം താങ്കളെ ഏത് ഘട്ടത്തിലാണ് ബന്ധപ്പെടുന്നത്? നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുള്ള ആളുകളാണോ? എങ്ങനെയാണ് താങ്കളിലേക്ക് ഈ റഹീം അസ്ലം കോണ്ടാക്ട് ചെയ്യുന്നത്?
ഇത് 6 മണിയോടുകൂടിയാണ് ഈ വിഷയം ബോംബെയിൽ തിരിച്ചതായിട്ട് ഞാൻ ആ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ശ്രദ്ധയിൽപ്പെട്ടത്. അത് കൂടാതെ 24ന്റെ മുംബൈയിലെ റിപ്പോർട്ടറും എന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിരുന്നു. അപ്പൊ എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു എന്ന് അന്വേഷിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ 6 മണി മുതൽ തുടർച്ചയായിട്ട് ഈ വിഷയം കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഈ ഞാൻ നാട്ടിലെ പോലീസുകാരുമായിട്ടും ബന്ധപ്പെട്ടായിരുന്നു. നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ പേരും നമ്പരും ഒക്കെ എനിക്ക് ലഭിച്ചത്. അങ്ങനെ റഹീം ഇസ്ലാമുമായിട്ട് ഞാൻ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടു. ആദ്യത്തെ തവണ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഇദ്ദേഹം ഫോൺ എടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നോട് വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പുള്ളി പാകപ്പാടെ ഒരു പേടിച്ചൊരു വല്ലാത്തൊരു കണ്ടീഷനിലാണ് ഇപ്പൊ നിലവിലിരിക്കുന്നത്. ഞാൻ കുറച്ച് ധൈര്യങ്ങളൊക്കെ കൊടുത്തു, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കൂടുതലായിട്ട് പുള്ളി പറയുന്നത് ഞാൻ ഇന്നപോലെ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവർ ഇന്നപോലെ ബോംബെക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞു എന്റെ ടിക്കറ്റൊക്കെ അവരാണ് എടുത്തു തന്നത്. ഞങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ചാണ് വന്നത്, 3 പേരോട് ഒന്നിച്ചാണ് വന്നത്. അപ്പൊ വൈകുന്നേരം പനവേലിൽ 3:30 എത്തിയതിനു ശേഷം ഞങ്ങൾ അവിടുന്ന് CSMDയിലേക്ക് ലോക്കൽ ട്രെയിനിൽ പോയി. ലോക്കൽ ട്രെയിനിൽ ഇറങ്ങി അതിന് ശേഷമാണ് മറ്റേ ഈ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ഈ ബ്യൂട്ടി പാർലറിലോട്ടൊക്കെ പോകാനായിട്ട് പോയത്. ആ സമയം ഇദ്ദേഹത്തിന് നാട്ടിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും തൊഴിലുടമകളിൽ നിന്നും ഒക്കെ ഫോൺ നിരന്തരം വന്നുകൊണ്ടിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് പുള്ളി സമ്മർദ്ദത്തിലായി. അപ്പൊ ഈ വിവരം ഇദ്ദേഹം അതായത് സുധീർ, ഈ പെൺകുട്ടികൾ മുംബൈ CSTയിൽ എത്തുമ്പോൾ മുംബൈ CST വരെ ഈ അസ്ലം റഹീം ഒപ്പം ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അതിനുശേഷം നാട്ടിൽ നിന്നുള്ള ഫോൺ കോളുകൾ പോലീസിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് അസ്ലം റഹീമിനെ ബന്ധപ്പെട്ടതോടുകൂടിയാണ് പിന്നെ ഇവർ തമ്മിൽ പിരിയുന്നത്. അങ്ങനെ ആയിരിക്കാം അല്ലേ? അതെ, തീർച്ചയായിട്ടും സമ്മർദ്ദം ഉണ്ടായതോടുകൂടി പെൺകുട്ടികളോട് റഹീം ഇസ്ലാം പറഞ്ഞു നമുക്ക് തിരികെ പോകണം, തിരിച്ചു പോയില്ലെങ്കിൽ വലിയ പ്രശ്നമാകും. അപ്പോൾ അത് പെൺകുട്ടികൾ സമ്മതിച്ചില്ല. പെൺകുട്ടികൾ തോന്നി ഇയാൾ വേണമെങ്കിൽ പൊയ്ക്കോ, ഞങ്ങൾ വരുന്നില്ല. അങ്ങനെയാണ് അവർ 2 ഗ്രൂപ്പായിട്ട് തിരിയുന്നത്. ഒരു കാര്യം കൂടി സുധീർ, ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ അസ്ലം റഹീമിന് ഈ പെൺകുട്ടികളോട് കൃത്യമായി ഡയറക്റ്റ് ചെയ്യാൻ, പനവേലിലേക്ക് വരാൻ പറഞ്ഞാൽ അവർ കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവരുടെ യാത്ര ഈ റഹീമിനെ കൃത്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ അവർ റഹീമിനെ അറിയിക്കുന്നുണ്ടോ? എന്താണ് താങ്കൾക്ക് മനസ്സിലാവുന്നത്? ഫോൺ വിളിച്ചാണ് റഹീമിനോട് ഈ പെൺകുട്ടികൾ ഫോൺ വിളിച്ചാണ് 11:43 PM ഇപ്പോൾ വിളിച്ച് പറഞ്ഞതെന്നാണ്. റഹീം എന്നെ ഫോണിൽ വിളിച്ച് പറയുമായിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, റഹീം എന്നെ വിളിച്ച് മെസ്സേജ് തന്നതാണ്. അതുകൊണ്ട് പനവേലിൽ എങ്ങനെയെങ്കിലും അവർ വരുവാണെങ്കിൽ അവരെ അവിടെ കളക്ട് ചെയ്യണം, പിടിക്കണം എന്ന രീതിയിലാണ് റഹീം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പനവേലിന് മുൻപ് ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ ഇടയിൽ എവിടെയെങ്കിലും അവർ ഇറങ്ങാനുള്ള സാധ്യത അത് നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്ന ഒരു നീക്കം കൂടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. മുംബൈയിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരാനുള്ള ട്രെയിനുകൾ ഒന്നുകിൽ താനെ അല്ലെങ്കിൽ പനവേൽ. അപ്പൊ താനെ ആകുമ്പോഴത്തേക്ക് വേറൊരു ജില്ലയാണ്. ഇപ്പൊ മുംബൈക്ക് അടുത്ത് കിടക്കുന്ന നവി മുംബൈയിലാണ് ഈ പനവേൽ സ്ഥിതി ചെയ്യുന്നത്. പനവേലിലാണ് ഇങ്ങനെയുള്ള നമ്മുടെ ഗുജറാത്തിൽ നിന്നും ഒക്കെ വരുന്ന ട്രെയിനുകൾ, കേരളത്തിലേക്ക് വരുന്ന ട്രെയിനുകൾ സാധാരണ നിർത്താറുള്ളത്. അപ്പൊ എവിടെയെങ്കിലും അന്വേഷിച്ച് കഴിയുമ്പോൾ പനവേലിയിൽ നിന്നാണ് കേരളത്തിലേക്കുള്ള ട്രെയിൻ രാത്രിയിൽ ലഭിക്കുക എന്ന് ഈ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവര് പനവേലിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അസ്ലം റഹീം എവിടെ ഉണ്ട് എന്ന കാര്യം അയാൾ പറയുന്നുണ്ടോ? അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നത് ഇന്ന് വൈകിട്ട് ദാദറിൽ നിന്നും തിരിച്ച ദാദർ തിരുനെൽവേലി എക്സ്പ്രസ് 22629 എന്ന ദാദർ തിരുനെൽവേലി എക്സ്പ്രസിൽ അയാൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ അയാൾ പറഞ്ഞ ട്രെയിനിന്റെ പേര് വെച്ച് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്ഥലം റോഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ എത്തിയെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ആ ടൈമിങ് ഞാൻ ആ റെയിൽവേയുടെ ടൈം ടേബിളിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് ആ ടൈം കറക്റ്റ് ആണ്. പുള്ളി ആ ട്രെയിനിൽ സഞ്ചരിക്കുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ലൈവ് ലൊക്കേഷൻ ചോദിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്താണ് ഇദ്ദേഹം പറഞ്ഞ ഈ പെൺകുട്ടികളുടെ ഫോണിൽ നിന്നും ഇദ്ദേഹത്തിന് ഒരു മെസ്സേജ് തന്നു ഇദ്ദേഹത്തിന് ഇദ്ദേഹം പനവേലിലേക്ക് വരുന്ന കാര്യം എന്നോട് പാസ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇനിയും ബന്ധപ്പെടുവാണെങ്കിൽ അവരുടെ ലൊക്കേഷൻ കൂടെ കളക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുമല്ലോ പുള്ളി ട്രെയിനിൽ തന്നെയാണോ എന്നുള്ളത്. ഏതായാലും നന്ദി സുധീരേട്ടൻ. അസ്ലം റഹീമുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തുടരുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടികളുമായി
നേരിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും തരത്തിൽ അനുനയിപ്പിക്കാനോ ഒക്കെ സാധിക്കുന്ന ഒരാൾ അസ്ലം റഹീമാണ്. അവരുമായിട്ട് അല്ലെങ്കിൽ അസ്ലം റഹീമിനെ അടക്കം ഈ കാര്യത്തിൽ അവർ നമ്മൾക്ക് അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താവുന്ന തരത്തിലേക്ക് സഹായകരമായ രീതിയിൽ അവരെ കാര്യങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരാൾ സുധീർ ഏട്ടനുമാണ്. അങ്ങനെ മുംബൈ മലയാളിയായ സുധീറാണിപ്പോൾ നമ്മളോടിപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം ഈ അസ്ലം റഹീമുമായിട്ട് ഫോണിൽ ബന്ധപ്പെടുകയും അതിനുശേഷം അസ്ലം റഹീമാണ് ഈ വിവരങ്ങൾ, ഈ പെൺകുട്ടികൾ പൻവേൽ ഭാഗത്തേക്ക് നീങ്ങുന്നു എന്ന വിവരം കൈമാറുകയും ചെയ്തത്. ഏതായാലും ഈ പെൺകുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു ഈ യുവാവ് മുംബൈ വരെ. അതിനുശേഷമാണ് ഇവർ പിരിഞ്ഞത്. ഇപ്പോൾ തിരികെ തിരുനെൽവേലി ട്രെയിനിൽ നാട്ടിലേക്ക് എന്നാണ് നമ്മൾ കരുതുന്നത്. അസ്ലം റഹീം തിരിച്ചുള്ള യാത്രയിലാണ്. പെൺകുട്ടികൾ ഇപ്പോഴും മുംബൈയിൽ നിന്ന് പൻവേലിലേക്കുള്ള യാത്രയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മലയാളി സമാജം പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട്. ഈ 2 മലയാളി പെൺകുട്ടികൾ അവർ വീട് വിട്ടിറങ്ങി അല്ലെങ്കിൽ കാണാതായി എന്ന വിവരം അറിഞ്ഞ് അവർ മുംബൈയിലെത്തിയെന്ന് അറിഞ്ഞ നിമിഷം മുതൽ തന്നെ മുംബൈയിലെ മലയാളി സമാജം പ്രവർത്തകരാകെ ഉണർന്നിറങ്ങുകയായിരുന്നു. അവർ വിവിധയിടങ്ങളിൽ മുംബൈ CST റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം ആകെ അവർ അടിച്ചു പിറക്കി. പിന്നീടാണ് മനസ്സിലാക്കിയത് 11:43 അവർ ട്രെയിനിൽ കയറി. അവർ റെയിൽവേ സ്റ്റേഷനിൽ അടുത്തത് എത്താൻ സാധ്യതയുള്ള പൻവേലാണ്. പൻവേലിൽ ഇറങ്ങിയാൽ ഒരുപക്ഷെ കേരളത്തിലേക്കടക്കമുള്ള ട്രെയിനുകൾ ലഭിക്കാൻ സാധ്യതയുള്ള ഇടം കൂടിയാണ്. അവിടേക്ക് അവർ എത്തുന്നു എന്ന വിവരം അസ്ലം റഹീം ഇവർക്കൊപ്പം യാത്ര ചെയ്തിരുന്ന മുംബൈ വരെ എത്തിയ ഇവർക്കൊപ്പം പോയ അസ്ലം റഹീമും കൺഫേം ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ അവരുടെ മൊബൈൽ ലൊക്കേഷൻ അടക്കം ലഭിക്കുന്നുണ്ട്. അത് മൂവിംഗ് ആണ്. മുംബൈ CST മുതൽ പൻവേലിലേക്കുള്ള ഡയറക്ഷനിൽ ആ മൊബൈൽ ലൊക്കേഷൻ മൂവ് ചെയ്യുന്നുണ്ട്. അതൊക്കെയും പ്രതീക്ഷയാണ്. ഏതായാലും പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ അവർ ഇറങ്ങുകയാണെങ്കിൽ അവരെ കൂടെ കൂട്ടാൻ, സുരക്ഷിതമായി അവരെ കൂടെ കൂട്ടാൻ മലയാളി സമാജം പ്രവർത്തകർ അവിടെയുമുണ്ട്.